ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ അടുക്കളയിൽ ഞാനീ പറയുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി വെച്ചു നോക്കുക. ആ വീട്ടിലേക്ക് അവിടേക്ക് പണം ഒഴുകും. മറ്റൊന്നുമല്ല, മഞ്ഞളാണ്. അത് വെക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. മഞ്ഞളായിക്കോട്ടെ, മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ. അപ്പോൾ ആ സ്ഥാനം ഒന്ന് മാറ്റി വെച്ച് നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അതിനകത്ത് വലിയ മുടക്കമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഒന്ന് സ്ഥാനം, ഞാൻ പറയുന്ന സ്ഥാനത്തേക്ക് ഒന്ന് വെച്ചു നോക്കുക. ആ വീട്ടിലേക്ക് പണം ഒഴുകും, സമ്പത്ത് ഒഴുകും. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് മഞ്ഞൾ മാറ്റി വെക്കാൻ പറഞ്ഞത് എന്നാൽ മറ്റു കാര്യങ്ങൾ പറയാഞ്ഞത്? ആ മഞ്ഞളിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളെ അത് എങ്ങോട്ടാണ് മാറ്റി വെക്കേണ്ടത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഒന്ന് ചെയ്തു നോക്കുക. ഏതായാലും ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ലളിതമായൊരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം വരികയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. പക്ഷെ അത് ശരിയായിട്ട് ചെയ്താൽ വീട്ടിൽ സമ്പത്ത്, ഐശ്വര്യം, അവിടേക്ക് സമൃദ്ധി ഒഴുകും, സമ്പത്ത് ഒഴുകും എന്ന് തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏതായാലും ഒരു 10-15 അല്ലെ 20 മിനിറ്റ് നിങ്ങളുടെ 24 മണിക്കൂറുള്ളതിൽ ഈ ഒരു അറിവ്, ഈ ഒരു രഹസ്യ ജ്ഞാനത്തിന് വേണ്ടി ചെലവഴിക്കുക. അത് ചിലപ്പോൾ ശരിയായിട്ട് ചെയ്താൽ അത് മതി ജീവിതം മാറാൻ. മനസ്സിലായില്ലേ? ചില കാര്യങ്ങളായിരിക്കും ജീവിതം മാറ്റുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഗുണം ഉണ്ടാകും എന്നെനിക്ക് സംശയമൊന്നുമില്ല. ഉറച്ച മനസ്സോടെയാണ് പറയുന്നത്. കാരണം അത് അനുഭവമുള്ള കാര്യമാണ്. വിശദമായിട്ട് മുഴുവൻ കണ്ടിട്ട് ചെയ്യുക. അതിനുമുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇപ്പം കുറച്ച് വർക്കുകൾ എടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ, ഒരുപാടില്ല. ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് ആയിരിക്കും വർക്ക് എടുക്കുന്നത് മുൻഗണനാക്രമത്തിൽ. അപ്പം ആവശ്യമുള്ളവർ ചെയ്യുക. ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നെന്ന് പറയും, നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഇന്ന് ചെയ്ത് നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ചിലർക്ക് ചിലപ്പം കിട്ടാം. അത് നിങ്ങളുടെ മനസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും പോലെ ഇരിക്കും. ഞാൻ ലളിതമായ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യമേ പറയത്തുള്ളൂ. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. പറഞ്ഞതേ ഉള്ളൂ. വിശദമായിട്ട് ഞാൻ വീട്ടിൽ അടുക്കളയിൽ ഏത് വസ്തുവാണ്, ഏത് സ്ഥാനത്തേക്കാണ് മാറ്റി വയ്ക്കേണ്ടത്, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ വീട്ടില് ഞാൻ പറഞ്ഞ അടുക്കളയിൽ മഞ്ഞൾ ഞാനീ പറയുന്ന ഒരു സ്ഥാനത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം ആര് പറഞ്ഞാലും അത് എന്തുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ പുറകിലുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുമ്പോഴേ അതിന് ഫലമുണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ട് ഞാൻ അടുക്കള പറഞ്ഞു? അടുക്കള വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ സ്ഥാനമാണ്. അത് എന്തുകൊണ്ടാണ് അടുക്കള വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ സ്ഥാനമാകുന്നത്? നമ്മൾ അടുക്കളയിൽ വെച്ചാണ് അന്നം പാചകം ചെയ്യുന്നത്. ആഹാരം പാചകം ചെയ്യുന്ന അന്നം ബ്രഹ്മമാണ്. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ്. പിന്നെ ഈ അടുക്കളയിലാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അഗ്നി ജ്വലിപ്പിക്കുന്നത്. അത് നമ്മുടെ ആഹാരത്തിന് വേണ്ടിയുള്ള അന്നം പാകം ചെയ്യാനുള്ള അഗ്നി ജ്വലിപ്പിക്കുന്ന സ്ഥലമാണ് അടുക്കള. അഗ്നി എന്ന് പറഞ്ഞാൽ അത് ദൈവികമാണ്. അഗ്നി നമ്മളുടെ എല്ലാ ഹോമമായിക്കോട്ടെ, അങ്ങനെയുള്ള ദൈവികമായ പല കാര്യങ്ങൾക്കും അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഹോമമായിക്കോട്ടെ, ഒരു വിവാഹമായിക്കോട്ടെ, എല്ലാം അഗ്നിയെ, ആ വിളക്കിനെ സാക്ഷിയാക്കിയാണ്. അഗ്നി പവിത്രമാണ് ഹൈന്ദവ ആചാരപ്രകാരം. അപ്പം ആഹാരത്തിന് വേണ്ടിയുള്ള, അന്നം പാചകം ചെയ്യാൻ വേണ്ടിയുള്ള അഗ്നി ജ്വലിക്കുന്ന സ്ഥലമാണ് അടുക്കള. അതുകൊണ്ടാണ് അടുക്കള ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമാണെന്ന് പറയുന്നത്. ഇനി മഞ്ഞൾ ഞാൻ സ്ഥാനം മാറ്റി വെക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആ സ്ഥാനം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് എന്തുകൊണ്ട് മഞ്ഞൾ പറഞ്ഞു? മഞ്ഞളിനകത്ത് ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ അറിയണം. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ അത് ഫലം ഉണ്ടാകും. അതായത് മഞ്ഞൾ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം മഞ്ഞളിനെ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ അത് മനസ്സിലാകും. മാത്രമല്ല, ഈ മഹാലക്ഷ്മി, മഹാവിഷ്ണു ഇവർക്കൊക്കെ വളരെ പ്രിയങ്കരമാണ് ഈ മഞ്ഞൾ. അപ്പം അതുപോലെ തന്നെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജികൾ മാറുവാനും മഞ്ഞളിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോഴേ നമ്മൾ വെള്ളിയാഴ്ചകൾ വീട് വൃത്തിയാക്കുമ്പോൾ, നമ്മൾ വെള്ളം തുടച്ച് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾ കൂടെ ഇട്ട് വെള്ളം തുടച്ച് വൃത്തിയാക്കിയാൽ ആ വീട്ടിലേക്ക് പെട്ടെന്ന് ഐശ്വര്യം വരുമെന്നുള്ളതാണ്. ചെയ്ത് നോക്കിക്കോ. വെള്ളിയാഴ്ചകൾ നമ്മൾ വീട് തുടയ്ക്കുമല്ലോ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് വീട് തുടച്ചു നോക്കുക. അല്പം മതി, ആ വീട്ടിലേക്ക് ഐശ്വര്യം വരും. ഒരു തവണ ചെയ്തുകൊണ്ടല്ല, ഇത് പല വെള്ളിയാഴ്ചകൾ ഒന്നിലധികം ആവർത്തിക്കുമ്പോഴാണ്. ചിലർക്ക് ഒരു തവണ ചെയ്യുമ്പോഴേ ചിലർക്ക് മാറ്റം വരാം. പിന്നെ ഈ നമ്മൾ
മഞ്ഞൾപ്പൊടി അല്പം പേരിനല്പം എടുത്ത് ഒന്ന് നെറ്റി തൊട്ടിട്ട് മഹാവിഷ്ണുവിൻ്റെ ഓം നമോ നാരായണായ, ഓം കൃഷ്ണായ നമ, ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും മന്ത്രങ്ങൾ ജപിച്ചാൽ കടബാധ്യതകൾ മാറും, തൊഴില് വരുമാനം ഉണ്ടാകും. ഇത് വ്യാഴാഴ്ചകളിൽ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ആർക്കും ചെയ്യാം, എവിടെ നിന്നുകൊണ്ടും ചെയ്യാം. ഇപ്പം മഞ്ഞൾപ്പൊടി എടുത്ത് പേരിനൊന്ന് തൊടുക, പേരിന് മതി, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം കൃഷ്ണായ നമ, അതുപോലെ മഹാലക്ഷ്മിയുടെ മന്ത്രവും ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. മഹാലക്ഷ്മിയുടെ ജപിച്ചു കഴിഞ്ഞ് വീണ്ടും കൃഷ്ണന്റെ ജപിക്കണം, ഓം കൃഷ്ണായ നമ. ഈ വ്യാഴാഴ്ചകളിൽ നിങ്ങളൊന്ന് ജപിച്ചു നോക്കി. വീട്ടിൽ എവിടെ നിന്നുകൊണ്ട് ജപിക്കുക, എല്ലാവർക്കും ജപിക്കുക. എന്നിട്ട് അങ്ങ് തൂത്ത് കളഞ്ഞോ, കുറച്ച് കഴിഞ്ഞു, കുഴപ്പമില്ല. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും പെട്ടെന്ന് ഉണ്ടാകും എന്ന് മാത്രമല്ല, സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും, കടബാധ്യതകൾ മാറും, ഐശ്വര്യം കടന്നു വരും എന്നുള്ളത് ചെയ്ത് നോക്കൂ. അപ്പോൾ അത് വിശ്വാസത്തോടെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. പിന്നെ സ്വപ്നങ്ങളൊക്കെ കാണുന്നവർക്ക് മഞ്ഞൾ ഒരു ചുവന്ന ചരടി കെട്ടി, ഒരു മഞ്ഞൾ കഷ്ണം ചുവന്ന ചരടി കെട്ടി ഈ കിടന്നുറങ്ങുന്ന തലേനക്കടി വെക്കുന്നത് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് ഈ മഞ്ഞളിൽ അങ്ങനെ പല ശക്തികളുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വീട്ടിൻ്റെ എവിടെ ഇരുന്നാലും അത് തെക്കു പടിഞ്ഞാറേ മൂലയിലേക്ക് മാറ്റി വെക്കുക. അടുക്കളയുടെ നല്ല മാറ്റം വരും. അതോടൊപ്പം നമ്മൾ വീട്ടിൽ രാവിലെ നമ്മൾ വീട്ടമ്മമാർ ഒരു ദിവസം തുടങ്ങുമ്പോൾ, അതായത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി തീ ആദ്യമായിട്ട് കത്തിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. കുളി കഴിഞ്ഞ് ഈ പറയുന്ന ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ വേണ്ടി ഗ്യാസിലായിക്കോട്ടെ അടുപ്പിലായിക്കോട്ടെ തീ കൊളുത്താവും. ഈ ഒരു പ്രാർത്ഥനയും കൂടെ ചൊല്ലിയിട്ട് ചെയ്യുക. അതായത് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്. കിഴക്കെന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ദിക്കാണ്. അപ്പം ഈശ്വര, ഇന്നേ ദിവസം അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കണമേ. എനിക്ക് സമ്പത്തും ഐശ്വര്യവും സമാധാനവും സന്തോഷവും അവിടുന്ന് ഇന്നേ ദിവസം എന്നിൽ പ്രവർത്തിച്ചു എനിക്ക് നൽകണേ. അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും അവിടുന്ന് നൽകണേ. എനിക്ക് സജ്ജന സംസർഗം ഉണ്ടായി വരണമേ. അവിടുന്ന് എല്ലാ കാര്യങ്ങളും സർവ്വകാര്യങ്ങളും മംഗളമാക്കി തരണേ ഈശ്വര. ഞാൻ അവിടുത്തെ പാദങ്ങളിൽ സർവ്വവും സമർപ്പിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വാഗുണ്ടോ മനസ്സുകൊണ്ടോ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഒന്നും മനസ്സിൽ പറയാം, അല്ലെങ്കിൽ വാഗുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ രാവിലെ തീ കൊളുത്തുന്നത്, ആഹാരത്തിന് വേണ്ടി ആദ്യം നമ്മൾ തീ കൊളുത്തുമല്ലോ, ആ കുളി കഴിഞ്ഞ് ആ തീ കൊളുത്തുന്നതിന് മുമ്പ് ഇത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ അഗ്നി ആ ഗ്യാസ് സ്റ്റൗവിലായിക്കോട്ടെ അടുപ്പിലായിക്കോട്ടെ അഗ്നി കൊളുത്തി നോക്കിക്കേ. ദിവസവും രാവിലെ വീട്ടമ്മമാർ ഇത് ചെയ്യുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാവുക. എഴുതി വെച്ചു, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. അത്ഭുതകരമായ ആ കുടുംബത്തിൽ ഗ്രഹനാഥന് ജോലിയിൽ ഉയർച്ച, മക്കൾക്ക് ഉയർച്ച, വീട്ടമ്മയ്ക്കും സമ്പത്ത് കൂടുതൽ വരിക, ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുക, സമ്പത്തുണ്ടാകുക, ദിവസവും മേൽഗതി ഉണ്ടായി വരും. പരീക്ഷിച്ചു നോക്കിക്കോ. പരീക്ഷിക്കാൻ ഞാൻ പറയത്തില്ല, എങ്കിലും ചെയ്തു നോക്കിക്കോ. എഴുതി വെച്ചു, ഫലം നിശ്ചയമാണ്. അപ്പം ഇതിൻ്റെ അത് ചില കാര്യങ്ങളുണ്ട്. ഈശ്വര, ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവിടുന്ന് പ്രവർത്തിക്കണേ എന്ന് പറയുമ്പം ആ ഈശ്വരൻ നമ്മളിൽ പ്രവർത്തിക്കുമ്പം പിന്നെ എല്ലാ അത്ഭുതങ്ങളായിരിക്കും നടക്കുന്നത്. അതോടൊപ്പം എനിക്ക് സമാധാനം, സമ്പത്ത്, ഐശ്വര്യം എല്ലാം അവിടുന്ന് നൽകണേ. സമാധാനവും സമ്പത്തും ഐശ്വര്യമായി കഴിയുമ്പോൾ ആ വീട്ടിൽ എല്ലാം മാറ്റം വരും. പിന്നെ എനിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അന്ന് അത് കഴിഞ്ഞ് പറയേണ്ട ഈ പ്രാർത്ഥന അതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. അന്നത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്തും ഐശ്വര്യം നൽകണേ. അത് മതി, ദിവസവും നമുക്കുള്ള തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോലും നമുക്ക് ഒരുപാട് സമ്പത്ത്. വലിയൊരു കാര്യമാണ് സജ്ജന സംസർഗം ഉണ്ടായി വരണേ. ഈ നല്ല ആളുകളുമായിട്ടുള്ള സംസർഗം ഉണ്ടായി വരണേ ഈശ്വര എന്നുള്ള പ്രാർത്ഥന. ഏറ്റവും വലിയൊരു പ്രശ്നം നല്ല രീതിയിൽ അല്ലാത്ത ആളുകളുമായിട്ടുള്ള സംസർഗമാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും അല്ല, വളരെ കുറച്ച് എല്ലാവരും നല്ല ആളുകൾ തന്നെയാണ്. പക്ഷെ ചില ഈ ആണുങ്ങളോ പെണ്ണുങ്ങളോ ആയിക്കോട്ടെ, അവര് ആവശ്യമില്ലാതെ ആരെ കണ്ടാലും പറയാം അത് ചെയ്യരുത് ദോഷമാണ്, ഇത് ചെയ്യരുത് അത് ദോഷമാണ്. ഒരു പണിയില്ലാത്തവരാണ്, ഒരു കാര്യം വ്യക്തമായിട്ട് അറിയത്തുമില്ല, അത് ദോഷമാണ് ഇത് ദോഷമാണ്. ഇങ്ങനെയുള്ളവരെ നമ്മൾ അകന്ന് നിൽക്കണം.
അതുകൊണ്ടാണ് സജ്ജന സംസർഗം ഉണ്ടായി വരണം. തട്ടിപ്പുകളി വെട്ടിപ്പുളിയും ഒക്കെ പോയി ചാടുന്ന സജ്ജന സംസർഗം ഇല്ലാത്തതുകൊണ്ടാണ് അതിന് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ അവസാനം പ്രാർത്ഥിക്കേണ്ട, ഈശ്വര ദിവ്യ ജ്ഞാനം നൽകണേ എന്ന് പറയണം. അപ്പം ഞാൻ ആ പ്രാർത്ഥന ഒന്നുകൂടെ പറയാം. അത് നിങ്ങൾ എഴുതി വെച്ച് രാവിലെ അതുപോലെ പ്രാർത്ഥിക്കണം. വീട്ടമ്മമാർ രാവിലെ കുളിക്കണം. കുളി കഴിഞ്ഞ് ആദ്യമായിട്ട് അടുക്കളയിൽ അഗ്നി ജ്വലിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലണം. അപ്പൊ ഈ പ്രാർത്ഥന മനസ്സിലെ ഭാഗമുണ്ടോ ചെല്ലാം, ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളത് എഴുതിയെടുത്തോണം. ഈശ്വര, എൻ്റെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളിലും അവിടുന്ന് കടന്നു വരണേ, അവിടുന്ന് തന്നെ പ്രവർത്തിക്കണേ. എനിക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും എൻ്റെ വീട്ടിൽ നിറയ്ക്കണമേ, എന്നിലും എൻ്റെ വീട്ടിലും നിറയ്ക്കണമേ. എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ ഈശ്വര. സജ്ജന സംസർഗം ഉണ്ടായി വരണേ. ദിവ്യജ്ഞാനം നൽകണേ ഈശ്വര. എല്ലാം അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഈശ്വര, സർവ്വതും ഇന്നേ ദിവസം എനിക്ക് മംഗളമാക്കി തരണേ. ഒരു ദിവസത്തെ കാര്യം പറഞ്ഞാൽ മതി. ഈ ദിവസം ഇങ്ങനെ രാവിലെ പ്രാർത്ഥിക്കുക. എന്നിട്ട് അടുക്കളയിൽ അഗ്നി ജ്വലിപ്പിക്കുക. ഇത് വീട്ടമ്മമാര് കുളി കഴിഞ്ഞ് രാവിലെ ദിവസവും ചെയ്യുക. ഇനിയും മറ്റുള്ളവർക്കും രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലി എഴുന്നേക്കാം. കുളി കഴിഞ്ഞ് കുളിമുറി ഇരുന്ന് ഈ പ്രാർത്ഥന ചൊല്ലാം. വളരെ മാറ്റം ഉണ്ടാവും. പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾ ചെയ്ത് നോക്കൂ, യാതൊരു സംശയം വേണ്ട. ഇനിയും വീട്ടമ്മമാര് ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഒരു കാര്യം കൂടെ ചെയ്തിട്ട് അടുക്കളയിൽ പാചകത്തിന് അഗ്നി ജ്വലിപ്പിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഒരു ചെറിയ തട്ടം എടുക്കുക. ആ തട്ടത്തിനകത്ത് ചെറിയ അല്പം തേങ്ങാപ്പൂള് മതി. അത് തലേദിവസം നിങ്ങൾ മാറ്റി വെക്കണം. ചെറിയൊരു പീസ് മതിയെന്നേ, ഇത്രയുള്ളൊരു പീസ് ആണെങ്കിലും കുഴപ്പമില്ല, ചെറിയ പീസ് മതി. എന്നിട്ട് അത് നെയ്യ് മുക്കി അത് കത്തിക്കണം. തട്ടത്തിൽ വെച്ചു. ഓം ഗം ഗണപതയെ നമ, ഓം വിനായകായ നമ, സമ്പത്തും ഐശ്വര്യം നൽകണേ വിനായകരെ എന്ന് പറഞ്ഞ് കത്തിക്കണം. എന്നിട്ട് നിങ്ങൾ അടുപ്പിലോ സ്റ്റൗവിലോ അഗ്നി ജ്വലിപ്പിക്കുക, കത്തിക്കുക, ആഹാരം പാചകം ചെയ്യാൻ. നിത്യേന രാവിലെ ഞാനീ പറഞ്ഞ കർമ്മം വീട്ടമ്മമാർ ചെയ്തുകൊണ്ട് ഒരു ദിവസം തുടങ്ങി നോക്കിക്കുകയും അവിടെ മക്കൾ ആരും മോശമായിട്ട് പോകത്തില്ല. അവിടെ ഗ്രഹനാഥന് മദ്യപാന ലഹരി, വഴക്ക്, കടബാധ്യത ഇതൊന്നും ഉണ്ടാകത്തില്ല. അവിടെ സമാധാനം ഉണ്ടാകും, സമ്പത്തുണ്ടാകും. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ എന്നും നന്മകളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും മാത്രം ഉണ്ടായി വരും. ഇങ്ങനെയുള്ള അറിവുകളാണ് അറിയേണ്ടത്. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയണ്ടേ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ അവസാനം ഈശ്വര ദിവ്യജ്ഞാനം നൽകണേ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ പൊട്ടത്തരങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. മനസ്സിലായില്ലേ? അത് നല്ല ഈശ്വര്യമായ നമ്മളെ നല്ല അറിവുകൾ കിട്ടണേ, അതിനാ ദിവ്യജ്ഞാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ എവിടെ ആണെങ്കിലും എല്ലാം ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളും ഒക്കെ പറയും. അതെല്ലാം പലയിടത്തും നമ്മൾ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഒന്ന് പുറകെ പോകുന്ന ഏറ്റവും വലിയ നാശം. അതുകൊണ്ടാണ് ഈശ്വര നല്ല കാര്യങ്ങൾ കാണിക്കാൻ, നല്ല കാര്യങ്ങൾ കാണാൻ പറ്റണേ, ദിവ്യജ്ഞാനം എനിക്ക് കിട്ടണേ, നല്ല അറിവുകൾ കിട്ടണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം തുടങ്ങുന്നതിന്റെ പ്രാധാന്യം അതാണ്. പല ആളുകളും ഈ ഒരു കാര്യത്തിന്റെ കുഴപ്പം കൊണ്ടാണ് പല അബദ്ധങ്ങളിലും പോയി ചാടുന്നത്. അപ്പം ഇങ്ങനെ ഒരു ദിവസം ആരംഭിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീടിൻ്റെ പ്രധാന വാതിൽ കഴിവതും ഈ കറുപ്പ് നിറമൊന്നും പാടില്ല. കറുപ്പ്, ചാര ഇങ്ങനെയുള്ള പെയിന്റുകൾ അടിക്കരുത്. ഐശ്വര്യപ്രദമായ ഒരു നിറമേ അടിക്കാവുള്ളൂ. പിന്നെ പ്രധാന വാതില് നേരെ നമ്മൾ ചെരുപ്പ് ഇടരുത്, നേരെ കൊണ്ട് ചെരുപ്പിടരുത്. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. അപ്പം ഈ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ശനി സ്വാധീനം ഉള്ളതാണ്. ശനിയുടെ നെഗറ്റീവ് സ്വാധീനമാണ് ചെരുപ്പിനുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും മോശമായ സ്ഥലങ്ങളിലും എല്ലാ അഴുക്കുള്ളിടത്തും എല്ലാം ചെരുപ്പ് കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഉണ്ടാകുമ്പോഴാണ് ഈ മോശമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം ഈ ചെരുപ്പ് നമ്മൾ വീടിൻ്റെ പ്രധാന വാതിലിന് നൗരെ കൊണ്ടിടരുത്, അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിടണം. മാത്രമല്ല ചെരുപ്പ് ഇടുമ്പോഴും ചെരുപ്പ് എടുക്കുമ്പോഴും, അതായത് നമ്മൾ ചെരുപ്പ് കാലേന്ന് ചെരുപ്പ് ഇടുമ്പോഴും ചെരുപ്പ് തിരിച്ചിടുമ്പോഴും ഓം കൃഷ്ണായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. കാരണം ശനിയും ഈ ഓം കൃഷ്ണായ നമ ജപിക്കുന്നവർക്ക് ശനിയുടെ നെഗറ്റീവ് സ്വാധീനം കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ചെയ്തിട്ട് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ അകത്ത് കാര്യമുണ്ടെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. ചെറിയ കാര്യങ്ങളിലാണ് വലിയ കാര്യങ്ങൾ ഇരിക്കുന്നത്. അല്ലെ വലിയ കാര്യങ്ങളുടെ പുറകെ പോകുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ. അത് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിമാൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ വീട്ടിൽ ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കണം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിക്കോട്ടെ, അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ, വീട്ടിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ, പഴകിയ തുണിയൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുന്നവർ ഉണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുന്നവരുണ്ട് ആക്രി അതും ഇതൊക്കെ അവർക്ക് കൊടുക്കുക. ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീട്ടിൽ നമ്മൾ കഴിവതും ഉപേക്ഷിക്കുക. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ
വീട്ടിൽ നല്ല മാറ്റം വരുമെന്നുള്ളതാണ്. അപ്പം എല്ലാത്തിനും ഓരോ രീതികളുണ്ട്. ആ രീതികളെ ഫോളോ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അല്ല നമ്മൾ ചുമ്മാ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം. പിന്നെ വീട്ടിൽ രാവിലെയും വൈകിട്ടും ദീപം തെളിയിക്കണം. 5 തിരിയിട്ട് തന്നെ തെളിയിക്കണം. അപ്പൊ ഈ ദീപം തെളിയിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. കാരണം അഗ്നി എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ആചാരപ്രകാരം ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അതുപോലെ പവിത്രതയുടെ പ്രതീകമാണ് അഗ്നി. നമ്മൾ ഈ ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നു, ഒരു കട തുടങ്ങുന്നു, അവിടെ എന്തുകൊണ്ടാണ് ദീപം തെളിയിക്കുന്നത്? അതൊരു ഐശ്വര്യം, ഒരാൾ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായതുകൊണ്ടാണ് അത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലും രാവിലെയും വൈകിട്ടും തീർച്ചയായിട്ടും ദീപം തെളിയിക്കണ്ടേ? തെളിയിക്കണം. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി നോക്കുക, ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, അപ്പം നിങ്ങൾ തെളിയിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ദീപം തെളിയിക്കുന്നതാണോ, 2 ദീപം തെളിയിക്കുന്നതാണോ, 5 ദീപം തെളിയിക്കുന്നതാണോ കൂടുതൽ ഐശ്വര്യം? എല്ലാ ദിക്കിലേക്കും ദീപം തെളിയിക്കുന്നത് തന്നെയാണ് ഐശ്വര്യം. അപ്പൊ 5 ദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം. അതിനകത്ത് സംശയമൊന്നുമില്ല. എള്ളെണ്ണ ഉപയോഗിക്കുക ദിവസവും. തിങ്കളാഴ്ച വേണമെങ്കിൽ തിങ്കളും ഞായറും വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. മറ്റുള്ള ദിവസങ്ങളെല്ലാം എള്ളെണ്ണ തന്നെ ഉപയോഗിക്കുക. 5 തിരിയിടണം. തിരി മുറിച്ചിടരുത്. ഒരു തിരി ഒരു തിരിയായിട്ട് ഇടുക. അതിന് വരുന്ന നഷ്ടം അങ്ങ് വന്നോട്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ. ഇനിയും ദീപം തെളിയിക്കുമ്പോൾ മന്ത്രജപം വേണം, പ്രാർത്ഥന വേണം. അപ്പോഴത് ബലം ഉണ്ടാകുന്നത്. വെറുതെ ദീപം തെളിയിച്ച് വെക്കുന്നതിലല്ല. ഈശ്വര എനിക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ. പിന്നെ ഓം കൃഷ്ണായ നമ, ശിവോഹം, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, സർവമംഗളമംഗലി, ഇങ്ങനെയുള്ള മന്ത്രശബ്ദങ്ങൾ ആ ദീപം തെളിയിക്കുന്നതോടൊപ്പം അവിടെ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. പ്രാർത്ഥനകളോടെ ചേരുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഭാഗം കൂടെ ആ ദീപത്തിന്റെ ഊർജ്ജവുമായിട്ട് ചേരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ചേരുമ്പോഴാണ്, അപ്പോഴാണ് അവിടെ മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ ശരിയായിട്ട് ചെയ്യുന്ന വീടുകളിലെല്ലാം ഉയർച്ച ഉണ്ടാകാറുണ്ട്. അപ്പം ദീപം ശരിയായിട്ട് തെളിയിച്ചാൽ തന്നെയും ആ വീടുകളിലെല്ലാം അതിൻ്റെ ഉയർച്ച ഉണ്ടാകാറുണ്ട്. പിന്നെ വീട്ടമ്മമാരുടെ പ്രാധാന്യം എന്താണ്? നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് ഒരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടി കൊണ്ടുവരുമ്പം അത് അഷ്ടമംഗലം ഒക്കെ വെച്ചാണ് നമ്മൾ വരവേൽക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ആ വീടിന്റെ കുലവധു എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. കുലദേവതയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ വരുന്ന പെൺകുട്ടിയുടെ ആ ഒരു പ്രവർത്തികൾ, ആ ഒരു പ്രാർത്ഥന, ഐശ്വര്യം ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുലദേവതയായിട്ട് തന്നെയാണ് വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ആ പെൺകുട്ടിയെ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ വീട്ടമ്മമാർക്ക് പ്രാർത്ഥനകൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളെ ആ കുടുംബത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ വീട്ടമ്മമാർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും പ്രാർത്ഥനകൾ ചൊല്ലണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ആ വീടിന് മുഴുവൻ അതിന്റെ ഗുണം ഉണ്ടാകും. അതാണ് അതിൻ്റെ അകത്തെ പ്രധാന കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ നമ്മളുടെ ഭാരതീയ വിശ്വാസപ്രകാരം പറയുന്ന ഓരോ കാര്യങ്ങളും അത് കാലാധിപത്യമാണ്. കാലത്തിനെ അതിജീവിക്കുന്നതാണോ? കാലാധിപത്യമാണ്. നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു, അത് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹാരം പാചകം ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലാധിപത്യമായുള്ള ഈശ്വരീയമായ കാര്യങ്ങളാണ്. കാലത്തെ അതിജീവിക്കുന്ന നന്മയുടെ ഈശ്വരീയമായ അറിവുകളാണ് ഭാരതീയ ആചാര്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ഒരു ദിവസം എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ആ ശരിയായിട്ടുള്ള അറിവാണ് നമ്മുടെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും പ്രതീകം. അല്ലാതെ ചില പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒരു പണിയില്ലാത്ത കുറെ ആളുകളുണ്ട്. അത് ചെയ്യുന്ന ദോഷം, ഇത് ചെയ്യുന്ന ദോഷം, ഇവരെ അങ്ങ് അകറ്റി നിർത്തുക ജീവിതത്തിൽ നിന്ന്. നമ്മൾ പിണങ്ങൊന്നും വേണ്ട, നമ്മൾ ഇവരിൽ നിന്ന് അകന്ന് നിൽക്കുക. ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ജീവിതം മാറും. പിന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയുക, കുറവ് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. പൊങ്ങച്ചം പറയുക, അഹങ്കാരം പറയുക. ആ സമയത്തിന് 10 ഓം നമോ നാരായണായ ജപിക്കുക, അല്ലെ ശിവോഹം ജപിക്കുക. നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. മറ്റുള്ളവരെ നമ്മൾ ദുഷിക്കുമ്പോൾ, ഇപ്പൊ ഒരു വിത്ത് ആണ് ഒരു മരമാകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഈ ചിന്തയാകുന്ന വിത്ത് മനസ്സിൽ ഒരാളെ ദുഷിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് കർമ്മദോഷം ഉണ്ടാവും. കാരണം അവിടെ കർമ്മം ഉണ്ടായി, നമ്മളത് ചെയ്യണ്ട. മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ദോഷകാര്യം മനസ്സിൽ ഒരാളെ ദുഷിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ആ കർമ്മത്തിന്റെ വിത്തുണ്ടായി. അത് ചെയ്യണ്ട. ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഇരട്ടിക്കും കർമ്മദോഷം. അപ്പം നമ്മൾ ഒരാളെ കുറിച്ച് ദോഷം ചിന്തിക്കുന്നത് പോലും ആ കർമ്മദോഷം ഉണ്ടാക്കും എന്നുള്ളതാണ്.
അങ്ങനെയാണ് നമ്മളെ ഭാരതീയ ആചാര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. അത് സത്യമാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളതാണ്. എല്ലാത്തിനും കർമ്മത്തിന് എഫക്റ്റ് ഉണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും, മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം അനുഭവങ്ങൾ ഉണ്ടാകും.